എന്റെ പേര് സിസ്റ്റർ തെരേസ, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ജാൻ ആൻഡ് ട്യൂറെ. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഫ്രാൻസിൽ തുടങ്ങിയ കോൺഗ്രിഗേഷനാണ്. ഞങ്ങളുടെ ഫൗണ്ടേഴ്സിന്റെ പേര് സെന്റ് ജാൻ ആന്റീഡ്. ഞങ്ങൾ സെന്റ് വിൻസെന്റ് പോളിന്റെ സ്പിരിച്വാലിറ്റി ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പം ഏകദേശം 33 രാജ്യത്ത് ഞങ്ങളുടെ സേവനം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കോൺഗ്രിഗേഷന് 200ാമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു ഇന്ത്യയിൽ വന്ന് ഞങ്ങളുടെ മിഷൻ തുടങ്ങി. ഏകദേശം 25 വർഷമായി ഞങ്ങൾ ഇന്ത്യയിൽ മിഷൻ തുടങ്ങിയിട്ട്. ഇന്ത്യയിൽ നമുക്ക് കേരളത്തിലൊരു സ്റ്റിച്ചിങ് സെന്ററാണ് നമുക്ക് തുടങ്ങിയത്, പാറശാലയ്ക്ക് അടുത്ത്. അതായത് വീട്ടില് ജോലി ഇല്ലാതിരിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കൊക്കെ ആയിട്ട് ഒരു ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടെ സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങി. തമിഴ്നാട്ടിലെ 2 വൃദ്ധമന്ദിരമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മളത് വഴിയിലൊക്കെ ഉപേക്ഷിച്ചിട്ട് മക്കളൊന്നും ഇല്ലാത്തൊരു ചിലപ്പോൾ അവർ ഏത് സ്റ്റേറ്റിൽ നിന്ന് പോലും നമുക്കറിയില്ല, അവരുടെ ഭാഷ പോലും നമുക്ക് മനസ്സിലാക്കാത്ത അവസ്ഥ. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഉണ്ട്. അങ്ങനെ 2 വൃദ്ധമന്ദിരമുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഫനേജ് കുട്ടികൾക്കായിട്ട്. പിന്നെ ബാംഗ്ലൂരിൽ നമുക്കൊരു സ്കൂളുണ്ട്. ആ സ്കൂൾ ഞങ്ങൾ വില്ലേജിലാണ് തുടങ്ങിയത്. കാരണം സാധാരണക്കാരായ മക്കൾക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ബാംഗ്ലൂര് വില്ലേജിലൊരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഇന്ത്യയിലുള്ളത്. ഇപ്പൊ നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി ഒത്തിരി മിഷൻ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സിസ്റ്റേഴ്സ് വളരെ കുറവാണ്. അതിനായിട്ട് നമുക്ക് ഒത്തിരി കരങ്ങളും കാലുകളൊക്കെ നമുക്ക് വേണം ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാനായിട്ടുള്ള. നേരിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു എക്സിബിഷൻ നടത്തി ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ നമ്മളോട് കൂടി ചേർന്ന് ഈ മിഷൻ പ്രവർത്തനം ചെയ്ത് ദൈവത്തിന്റെ സ്നേഹം ലോകം മുഴുവൻ എത്തിക്കണം എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടുകൂടി നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ ഇടവകയിലുള്ളവരോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ സ്കൂൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്. സിസ്റ്റർ ഇതിൽ ജോയിൻ ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടായിരുന്നു മിഷൻ സിസ്റ്റർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാനൊരു ദിവസം സ്കൂളിൽ വിട്ടു. അപ്പൊ എന്റെ വീടിന്റെ ടേബിളിന്റെ മീതെ ഒരു മാഗസിൻ ഞാൻ കണ്ടു. മദർ തെരേസ കുട്ടികളുമായിട്ട് നിൽക്കുന്ന ഒരു മാഗസിൻ. ഞാൻ ചുമ്മാ വായിച്ചു നോക്കിയപ്പോ എന്റെ മനസ്സിലൊരു ചെറിയ നാളം, എനിക്ക് വലുതാവുമ്പോൾ ഇതുപോലെ ഒരു സിസ്റ്റർ ആയിക്കോട്ടെ ഇങ്ങനെ അനാഥ കുഞ്ഞുങ്ങളെ നോക്കണം. അപ്പം ഞാൻ ആഗ്രഹിച്ച സെയിം കോൺഗ്രിഗേഷൻ പോകാൻ പറ്റിയാലും അത് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, ഇത് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഇഷ്ടംപോലെ ആതുര സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമാണ് ദൈവം എന്നെ കൊണ്ടുവച്ചത്. ഇന്ന് വരെ ആ ഒരു എന്താ പറയുക ആ എന്തുവിശ്വാസം ഇതുവരെ എനിക്ക് നശിച്ചില്ല. ഇനി കൂടുതൽ ചെയ്യണമെന്നുള്ള ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ദൈവം ഒരു പൂർണ്ണമായിട്ട് ഒരുക്കി എന്നുള്ളതാണ് സത്യം. ഐ ആം സോ ഹാപ്പി. സോ ഈ ഒരു കോൺഗ്രിഗേഷന് ഏറ്റവും വലിയ മിഷൻ എന്താണ്? ബേസിക്കലി നമുക്ക് എല്ലാ രാജ്യത്തും ഏത് മിഷനാണോ ആവശ്യം അതനുസരിച്ച് നമ്മുടെ കാരിസും അങ്ങനെയാണ്. പക്ഷെ എല്ലാത്തിന്റെയും ഉള്ളടക്കം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം. പക്ഷെ എവിടെയാണോ എന്താണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ മിഷൻ. ഇതാണ് ഞങ്ങളുടെ ഫൗണ്ടേഴ്സ്. ഞങ്ങള് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ജാൻ ആൻഡ് ട്യൂറെ. ഞങ്ങളിപ്പോ ഇന്ത്യയിൽ ഇത്രയും സിസ്റ്റേഴ്സ് ആണുള്ളത്. പിന്നെ കുറച്ച് സിസ്റ്റേഴ്സ് ഇപ്പൊ ലണ്ടനിലും അമേരിക്കയിലും ഇന്ത്യയിലും അവര് സേവനം ചെയ്യുന്നു. അങ്ങോട്ട് കമ്മ്യൂണിറ്റി അങ്ങോട്ട് ട്രാൻസ്ഫർ ഒക്കെ പോകും. അപ്പൊ അവിടെ ബാക്കിയുള്ളവർക്ക് അവിടെ സേവനം ചെയ്യുന്നു. പിന്നെ ഇത് നമ്മുടെ ആതുര സേവനങ്ങളെ കുറിച്ചുള്ള ഒരു ഫോട്ടോസാണ്. ഞങ്ങൾക്ക് വൃദ്ധമന്ദിരമുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവരോട് ചെയ്യുന്നത്. ഇവര് ആരും ഇല്ലാത്ത കുട്ടികളാണ്, ആരും ഇല്ലാത്ത വൃദ്ധരാണ്. അതുപോലെ തന്നെ കുട്ടികളും ഇവര് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ചിലരെയൊക്കെ ആണെങ്കിൽ അടക്കാനൊന്നും സ്ഥലമൊന്നും അവര് വന്ന് കൊണ്ടുപോകുന്നില്ല, ആരും കൊണ്ടുപോകില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രത്യേകം ഇടവക്കാരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ അവിടെ തന്നെ അങ്ങനെ അടക്കി അവരുടെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി മരിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ അവരെ കഴിക്കും. അവരൊരിക്കലും ആരും ഇല്ലാത്തവരാന്ന് അവരുടെ അവസാന നാളുകൾ അവർക്ക് തോന്നരുത്. അങ്ങനെ നമ്മളെ മാക്സിമം അവരിൽ ദൈവത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന സേവനം ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു സിമ്പിൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഈ ബോട്ട് ഒരു സിമ്പിൾ ആയിട്ടാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. കാരണം ഇത് ലോകം മുഴുവനും പോയി, കടലുകൾ കടന്ന് ലോകം മുഴുവനും പോയിട്ട് ദൈവത്തിന്റെ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ 33 രാജ്യങ്ങളിലേക്ക് നമുക്ക് വ്യാപിക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ വേറൊരു ഇതുണ്ട്, എപ്പോഴും റെഡി ആയിരിക്കുക, ദൈവ സേവനത്തിനായിട്ട് എപ്പോഴും റെഡി ആയിരിക്കുക എന്നുള്ളതും കൂടെയാണ് ഈ ബോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ പറയുന്ന ആതുര സേവനങ്ങളുടെ കൂട്ടത്തിൽ ചെയ്യുന്ന ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കൂടുതലും? നമുക്ക് പ്രിസൺ മിനിസ്ട്രി ഉണ്ട്, ആഹാ. പിന്നെ എയിംസ് ഒക്കെ ആയിട്ടുള്ള ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, പിന്നെ ഈ റോമിലൊക്കെയാണ് പ്രത്യേകിച്ച് ഈ അഡൽട്ടറിയിലൊക്കെ ആയിട്ട് പിന്നെ ലേഡീസ് ഉണ്ടല്ലോ, അവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതായിട്ട് ലേഡീസിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായാലും പ്രത്യേക ഹൗസും ട്രെയിനിങ്ങും ഉണ്ട്. പിന്നെ കാരിദാസിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കും, വൃദ്ധമന്ദിരങ്ങൾ, ഓർഫണേജ്, ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വി ഹാവ്. കേരളത്തിൽ എവിടെയൊക്കെയാണ്? കേരളത്തിൽ നമുക്ക് ഒരു ഹൗസേ ഉള്ളൂ, പാഠശാല. ഞാൻ പറഞ്ഞില്ലേ, പാഠശാല ട്രിവാൻഡ്രം. പാഠശാല പാഠശാല നമ്മള് സ്റ്റാർട്ട് ചെയ്തത് മലങ്കര റൈറ്റിലാണ്. മലങ്കരയിലാണ് തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ റൈറ്റിലും ഹൗസ് മലബാറിന്റെ ലാറ്റിലുണ്ട്, മലങ്കരയിൽ. പുറത്ത് പിന്നെ ഈ പറയുന്ന കേരളത്തിൽ ഈ പറയുന്ന പാഠശാലയിലും ഇവിടെ തമിഴ്നാട്ടിലും ഒരു സ്ഥലത്ത് തമിഴ്നാട്ടിലെ രണ്ട് കമ്മ്യൂണിറ്റീസ്. ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ബാംഗ്ലൂരാണ് മെയിനായിട്ട് പിന്നെ ഉള്ളത്. എന്തോ ഇന്ത്യയിൽ ബാംഗ്ലൂരാണ്, കേരളം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തമിഴ്നാട്, ബാംഗ്ലൂർ. പിന്നെ ഉള്ളത് എബ്രോഡാണ്. ബാക്കിയെല്ലാം നോക്കാൻ ഞാൻ പറഞ്ഞു നമ്മുടെ സിസ്റ്റേഴ്സ് 33 രാജ്യത്ത് സേവനം ചെയ്യുന്നുണ്ട്. അപ്പൊ ചില രാജ്യങ്ങളിൽ നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സീരിയലൊക്കെ യുദ്ധം നടക്കുന്ന കാലത്ത് കഴിഞ്ഞ വർഷം തോന്നുന്നു നമ്മുടെ കോൺഗ്രിഗേഷന്റെ ഒരു പാർട്ട് മുഴുവൻ അവർ ബോംബിട്ട് നശിപ്പിച്ചായിരുന്നു. പക്ഷെ അത് ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അവിടെയുള്ള യൂത്തിന്റെയും പിന്നെ പാരിഷേഴ്സിന്റെ എല്ലാം കൂടെ സഹായത്തോടു കൂടി ഒരു മാസത്തിനകം അതായത് റീകൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് പിന്നെ നമ്മുടെ മിഷൻ തുടങ്ങാനുള്ള ആ ഒരു നിലയിലേക്ക് അവരെത്തിച്ചു. അതായത് അത്രമാത്രം യൂത്തിന്റെ സഹകരണം ഉണ്ടെന്നുള്ളതാണ് അതിന് സത്യം. അതുപോലെ തന്നെ നമുക്ക് പാകിസ്ഥാനിൽ നമുക്ക് ഏകദേശം ഇപ്പൊ 50 വർഷത്തോളമായി ഞങ്ങൾ സേവനം ചെയ്യുന്നത്. ഇതുവരെ നമുക്ക് അങ്ങനെ വേറെ വിധത്തിലുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഇതുവരെ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല, പൊളിറ്റിക്സ് പരമായിട്ടുള്ള. അതേസമയം ആഫ്രിക്കയില് ഞാനിപ്പോ കമ്മ്യൂണിറ്റീസ് ഒന്നും ഓർക്കുന്നില്ല, ഏതൊക്കെ കമ്മ്യൂണിറ്റി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മിഷൻ പ്രവർത്തനമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ നമ്മുടെ സിസ്റ്റേഴ്സിനെ കുറേ നാളുകൾ നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ഹൗസുകളൊക്കെ അടച്ചിട്ട് കാണാണ്ടൊക്കെ ആയിരിക്കുന്നു. അപ്പൊ നമ്മള് അവിടുന്ന് ഞങ്ങൾക്ക് സർക്കുലർ ലെറ്റർ വിടുക, ഞങ്ങൾ മദർ സർക്കുലർ ലെറ്റർ വിടുമായിരുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഇപ്പൊ കുറെ നാളായിട്ട് സിസ്റ്റേഴ്സിനെ കാണുന്നില്ല എന്നൊക്കെ. പിന്നെ അതിനെ തിരിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ കാറ്, നമ്മുടെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും അവരെടുത്തോണ്ട് പോവുകയും നശിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് മിഷൻ ഏരിയയിൽ. പാകിസ്ഥാനിൽ ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ നമുക്ക് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഒള്ളി തിങ്ക് അവർക്ക് സിവിൽ ഡ്രസ് ആയിരിക്കും, പുറത്തൊക്കെ പോകുമ്പോൾ സിവിൽ ഡ്രസ് ആയിരിക്കും. അങ്ങനെ എന്റെ ചർച്ചിന്റെ അടുത്ത് നല്ലൊരു കോപ്പറേഷൻ ഉണ്ട്. അല്ലാണ്ട് പൊളിറ്റിക്കൽ പരമായിട്ട് നമുക്ക് വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇതുവരെ അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് വേറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവിടെ. സിസ്റ്റേഴ്സ് ആഫ്രിക്കയിൽ സേവനം ചെയ്തതിന്റെ 2 പ്രാവശ്യമായിട്ട് നമുക്ക് പത്മഭൂഷൺ അവാർഡ് അവരുടെ ആഫ്രിക്കൻ നമ്മുടെ സിസ്റ്റേഴ്സിനാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളോടുകൂടി ചേർന്ന് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യാനായിട്ട് ഏതെങ്കിലും സഹോദരിമാര് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നല്ല യങ് കരങ്ങളും യങ് കാലുകളും യങ് നാവുമാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെയൊക്കെ ഫൗണ്ടറിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സമയത്ത് നമ്മൾ ഇത്രയും സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ഇനി മിഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് നിങ്ങളാണ്, യങ് ജനറേഷനാണ്. നിങ്ങളിലാണ് ഇനി ഞങ്ങള് കോപ്പ് വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ലോകമെമ്പാടും എത്തിക്കണമെങ്കിൽ ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഈ കുഞ്ഞു കരങ്ങളാണ്, യങ്സ്റ്റേഴ്സിന്റെ കരങ്ങളാണ്. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, ആർക്കെങ്കിലും നിങ്ങൾക്ക് ഈ കോൺഗ്രിഗേഷനിൽ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ് വെൽക്കം. ഇതൊരു ബ്രോഷറാണ്, ഇതിന്റെ അടിയിൽ ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് 10th ക്ലാസ്സിലോ പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഒരു മാസം വന്ന് ബാംഗ്ലൂർ എന്ന് വന്ന് നിൽക്കണം, ഞങ്ങൾക്കൊരു മാസത്തെ എക്സ്പീരിയൻസ് വേണം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ വിളിക്കുക. ഇനിയും എന്തെങ്കിലും പ്രാർത്ഥന സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ റെഡിയാണ്. ഏത് സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. കോൺടാക്ട് us. കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഫോറിൻ സിസ്റ്റം. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് വോളണ്ടിയേഴ്സ് വരും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫ്രാൻസിൽ നിന്ന് ഒരു ഫാമിലി ഉണ്ട്. 6 മാസം ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർ വന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു ഹൗസ് സെപ്പറേറ്റ് എടുത്തു. അവിടെ വന്ന് സ്കൂളിൽ അവർ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഇറ്റലിയിൽ നിന്നായിരുന്നു ഒരു ഗ്രൂപ്പ് യങ് ഗേൾസ് വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന്
നമ്മുടെ അനാഥാലയത്തിലും അതുപോലെ തന്നെ ഓർഫണേജ് ഉണ്ടല്ലോ അവരുടെ കൂടെ നമ്മുടെ കൂടെ തന്നെ റിമെയിൻ ചെയ്ത് അവർ വന്ന് വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മളെ സഹായിക്കും. എല്ലാ വർഷവും ഫോറിനിന് സാധാരണ അവർ വോളണ്ടിയേഴ്സ് വിടും, നമ്മുടെ കോൺഗ്രിഗേഷൻ വിടും. ഇതുവരെ അങ്ങനെ ആരും വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന് നിന്ന് സേവനം ചെയ്യാനായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ പാരീഷിലുള്ളവര് നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഓർഫണേജിലും വൃദ്ധമന്ദിരത്തിലും അവരിപ്പോ ഒരു ദിവസം ഒരു ദിവസം കോൺവെന്റിൽ ഇല്ലെങ്കിൽ പോലും അവരാണ് ആ കാര്യങ്ങൾ വന്ന് പാരീഷിലെ നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ജീനാൻഡി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ വോളണ്ടിയേഴ്സ് വന്ന് നമ്മളെ ഒത്തിരി സഹായിക്കും.